My beautiful souls, very good morning. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് ഇന്ന് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട്, നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കേൾക്കേണ്ട ഒരു മെസ്സേജ് ആയിട്ട്, ഓർ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കുള്ളൊരു അവെയർനെസ്, നിങ്ങൾക്കുള്ളൊരു ഹോപ്പ്, നിങ്ങൾക്കുള്ളൊരു ക്ലാരിറ്റി, ഓർ നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ വാർണിംഗ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഉണ്ടെങ്കിൽ, ഓൾറൈറ്റ്. സോ ലെറ്റ് സി എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ബേസ്ഡ് ഓൺ യുവർ കറന്റ് സിറ്റുവേഷൻ. എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? വാട്ട്സ് യുവർ ഡിവൈൻ ഗൈഡൻസ്? ഏഞ്ചൽ മെസ്സേജ് ഫോർ യു, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഓൾറൈറ്റ്, ഈ സമയം നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലേ? ഓർ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അതാണ്. നിങ്ങൾ കൂടുതൽ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കാണോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കാം, ഫിസിക്കൽ ഗ്രോത്ത് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം. എന്താണോ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് സൈൻ നിങ്ങൾ ആ ഒരു റൈറ്റ് ട്രാക്കിലാണ്. സോ ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ, വാങ്ങിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാം. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്തൊരു ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ചിലത് നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങുക. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ബട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങുന്നതും നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് ഈ സമയം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടാണ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ എന്താണോ ഇങ്ങനെ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിളവെടുപ്പ് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഭാവിയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. സോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കും. ബട്ട് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നണം. ഓക്കെ, ഗ്രോത്ത് ഉണ്ടാവണം. ഒരു കാര്യം വെറുതെ ചിന്തിച്ച് നിങ്ങളുടെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. റൈറ്റ്? സോ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രോത്ത് തരുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, കറന്റ് എനർജി, എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഈ ഒരു സിറ്റുവേഷൻ പ്രോബബ്ലി നിങ്ങൾ കുറച്ച് ട്രബിൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കാം. ഓർ ഇതായിരിക്കാം നിങ്ങൾ പ്രോബബ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വലിയൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഈ ഒരു കാര്യം നിങ്ങൾ കാണുന്നതിന് മുൻപ് ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. എന്ത് സിറ്റുവേഷനാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണോ നിങ്ങൾ കൺസേൺ ആവുന്നത്, അതിൽ നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രോസ്പെരിറ്റി തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അതിന് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്കത് ഒരു ഡിവൈൻ പ്രോമിസ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, ഒരു കാര്യം ഡെഫിനറ്റ്ലി എന്താ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെ? നിങ്ങൾ യൂസ് ചെയ്യുന്ന ചില വെപ്പൺ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. റൈറ്റ്? നിങ്ങളുടെ ഒരു മൈൻഡ് പവർ ആയിരിക്കാം, നിങ്ങൾ സ്വയം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ നിങ്ങൾ കാണിച്ചു തുടങ്ങുന്നതായിരിക്കാം, നിങ്ങളുടെ ഫോക്കസ് ചില കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം. റൈറ്റ്? സോ ചില ആളുകളൊക്കെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തിൽ സ്റ്റക്ക് ആവുന്നതല്ല. ഓൾറൈറ്റ്? സോ നിങ്ങൾ എടുക്കുന്ന ചില ആക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന സമയത്ത്, സെൽഫ് അവെയർ ആവുന്ന സമയത്ത്, അതായത് ഞാൻ എന്താണ്, എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ പവർ എന്താണ്, എനിക്ക് വേണ്ടിയിട്ട്
കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ പവർ തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ തിരിച്ചറിവാണ്. ഓക്കെ, ഒരു സ്വയം അക്സെപ്റ്റൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും, എല്ലാം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ തന്നെ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ സ്വയം അംഗീകരിച്ച് തുടങ്ങുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ കഴിവുകളായിരിക്കാം, നിങ്ങളുടെ കുറവുകളായിരിക്കാം, നിങ്ങളുടെ പവർ ആയിരിക്കാം, നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. റൈറ്റ്, നിങ്ങളുടെ ചില ആളുകൾ നിങ്ങളെ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ചില യൂണീക്ക് ആയിട്ടുള്ള കഴിവുകളാണ്. ഓക്കെ, യൂണീക്ക് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവാണ്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ചില ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ചില കാര്യങ്ങൾ എൻഡ് ആക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചില ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ലൈക്ക് കംപ്ലീറ്റ്ലി മെസ്സപ്പ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഒരാള് വന്ന് ഇനീഷ്യേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് കുറച്ചൊരു കാര്യപ്രാപ്തിയുള്ള ഒരാൾ വന്ന് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ഈ ഒരു സമയം എടുക്കുന്ന ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു ലീഡർഷിപ്പ് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ലയൺ. ഓക്കെ, സോ നിങ്ങളുടെ ടെറിട്ടറിയിലേക്ക് ചില ആളുകൾക്ക് ഇനി പ്രവേശിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യത്തിന് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഒരു സേഫ് ബൗണ്ടറി അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചേഞ്ച് കൊണ്ട്, നിങ്ങളുടെ പ്രസൻസ് കൊണ്ട്, നിങ്ങളുടെ സൈലൻസും അവിടെ വളരെ പവർഫുൾ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സൈലൻസ് പല ആളുകളും കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അതാണ്, നിങ്ങൾ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല. ചില പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ആക്ഷൻ ആണ് അവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാറ്റം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗൈസ്, ഇറ്റ്സ് എ ഡിവൈൻ പ്രോമിസ് ഫോർ യു. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നുള്ളത്. ഓക്കെ, ഞാനല്ല, ഡിവൈൻ ഓർ ദ പവർ. ഓക്കെ, നിങ്ങളെ ലീഡ് ചെയ്യുന്ന പവർ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പവർ, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ തോന്നിയിട്ടുണ്ടായിരിക്കാം, ഇമോഷണൽ ലോസസ് തോന്നുന്നുണ്ടായിരിക്കാം. മേ ബി ലൈക്ക് നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ അതായിരിക്കാം. ഓക്കെ, സോ ദർ ഈസ് നത്തിങ് ടു വറി. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം അവിടെ റീപ്ലേസ് ചെയ്തു തരും. സോ നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കണം, ഇമോഷണൽ പെയിൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇമോഷണലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ചില നഷ്ടങ്ങൾ, ചില കാര്യത്തെ പറ്റി ആലോചിച്ച്. റൈറ്റ്, ചില സിറ്റുവേഷൻ, നിങ്ങൾ നിൽക്കുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രഗിൾ തരുന്ന ഒരു കാര്യമാണ്. റൈറ്റ്, സോ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷന് അറിയാം നിങ്ങൾ എത്രമാത്രം ചില പ്ലേസിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചിന്തകൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിങ്ങനെ കാട് കയറി നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കാൻ പാടില്ല അല്ലെ. സോ അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രമാത്രം ചിന്തിക്കുന്നോ നിങ്ങൾ അത്രമാത്രം ഒരു നഷ്ടം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ നിങ്ങളുടെ തോട്ട്സ് ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സോ അവിടെ നിങ്ങൾ കൂടുതൽ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടും എന്ന് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സോ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ കാട് കയറി ഈവൻ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, വെരി കെയർഫുൾ. നിങ്ങൾ എന്താണോ ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് ചെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ തോട്ട്സ് അങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതേ അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുള്ളൂ. ഓക്കെ, സോ വെരി കെയർഫുൾ. നിങ്ങൾക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ബട്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് സെർവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്കത് വേണ്ടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ വരി ചെയ്യേണ്ട കാര്യങ്ങളില്ല. എന്താണോ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നത്, എന്താണോ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്, സോ നിങ്ങൾക്ക് തന്നെ അറിയാം. സോ ചില കാര്യങ്ങൾ
ചില കാര്യങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്താന്നുള്ളത് അല്ലെ, ചില കാര്യങ്ങൾക്ക് ഉള്ളൊരു പേർപ്പസ് എന്താണ്, ചില കാര്യങ്ങൾ എന്തിന്റെ ലൈഫിൽ വന്നു, ചില ആളുകൾ എന്തിന്റെ ലൈഫിൽ വന്നു, ചില നഷ്ടങ്ങളിലേക്കല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റെ വർക്ക് ആവുന്നില്ല എന്നുള്ളതും അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു സിറ്റുവേഷൻ എസ്പെഷ്യലി നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില കണക്ഷൻ ആയിരിക്കാം, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. എന്താണോ നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അതൊരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ട് അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് എടുക്കരുത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു സമയം നിങ്ങളുടെ പെയിൻ ആണ് നിങ്ങളെ പവർഫുൾ ആക്കുന്നത്. ഓക്കെ, സോ അത്ര ഒരു പെയിൻ ഉണ്ടെങ്കിലേ നിങ്ങളെ അത്രയും സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ യു ഷുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ. ആരാണോ, എന്താണോ, എന്ത് ഇമോഷൻ ആണോ, എന്ത് കണക്ഷൻ ആണോ അത്രയൊരു പെയിൻഫുൾ മൊമെന്റ് തരുന്നതെന്നുള്ളത്. ഓക്കെ, വേദന ഇല്ലാണ്ട് ഒരു മാറ്റം സംഭവിക്കില്ല അല്ലെ, വേദന ഇല്ലാണ്ട് ഒരു ട്രാൻസ്ഫർമേഷനും സംഭവിക്കില്ല. റൈറ്റ്, ഒരു കല്ല് പൊട്ടിക്കാണ്ട് അല്ലെങ്കിൽ പാറ പൊട്ടിക്കാണ്ട് അതിന്ന് മിനുസുള്ള മാർബിൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അല്ലെ, മാർബിൾസ് ഓർ ഗ്രാനൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. റൈറ്റ്, സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എന്താണോ നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ട് തരുന്നത്, ട്രസ്റ്റ് മീ ഗൈസ്, എൻജോയ് ചെയ്യാതെ. ഓക്കെ, ആ ഒരു പെയിൻ ലൈക്ക് അത് നിങ്ങൾക്കൊരു നല്ലൊരു ചേഞ്ച് ആണ് തരുന്നത്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം, റിലേഷൻഷിപ്പിൽ ചില ആക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം, റിലേഷൻഷിപ്പിൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം വേണം, നിങ്ങൾ വേറെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം എവിടേക്കാണോ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രോ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ചില ആളുകൾക്കറിയാം നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിർത്തുന്നുണ്ട് എന്നുള്ളത്. സോ ഇത് ഫിക്സ് ചെയ്യാനായിരിക്കാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കുക, ഇതിലായിരിക്കാം നിങ്ങളുടെ തോട്ട്സ് ഒരുപാട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. റൈറ്റ്, സോ ഈ സമയം നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല, ഇത് നിങ്ങളുടെ കൺട്രോളിലല്ല അല്ല. ഈ കണക്ഷൻ, ഈ വ്യക്തി, ഈ ഒരു സോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വളരെ ഡീപ്പായിട്ട് ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഇമോഷണലി നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഈ സമയം നിങ്ങൾക്കത് നിങ്ങളുടെ കൺട്രോൾ അല്ലാത്തൊരു കാര്യമാണ്, സമയം വേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്, ഓർ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്, ബട്ട് പ്രോബബ്ലി ഈ സമയത്ത് നിങ്ങൾക്ക് യാതൊരു ക്ലാരിറ്റിയും ഇല്ല അല്ലെ. സോ അതിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് നിങ്ങളുടെ എനർജി, എഫേർട്ട് അതിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു രീതിയിലും ഈവൻ നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഓക്കെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസിൽ നിങ്ങൾ മതിമറന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അഗെയിൻ നിങ്ങൾ ആ ഒരു മായാലോകത്ത് സ്റ്റക്കായി പോവാണ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സമയത്തുള്ള ആ ഒരു അനുഭവമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ടൈമിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കുക. ബട്ട് ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടെ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിലും ഈ സമയം നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ കൂടുതൽ എങ്ങനെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ സാധിക്കും പല ഏരിയസിൽ. ഓക്കെ, സോ മെറ്റീരിയൽ ആയിട്ട് ഉള്ള മാറ്റങ്ങളായിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, സെൽഫ് ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, അവിടെ ഒരു ഗ്രേറ്റ് ഫിസിക്കൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ശരീരം നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങളുടെ ശരീരം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ നിങ്ങളുടെ ശരീരം എങ്ങനെ സ്നേഹിക്കണം എന്ന് ചില ആളുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. ചില ആളുകൾ അത് മേ ബി ലൈക്ക് അവർ നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനോട് തന്നെ വലിയൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവിടെ. ഓക്കെ, സോ ചില ആളുകൾക്കുള്ള ഒരു മാറ്റം അങ്ങനെയാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു സൗന്ദര്യം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവെയർ ആവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതുപോലത്തെ സ്പിരിച്വൽ ചേഞ്ചസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പെയിൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഈ ഒരു പെയിൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു പെയിൻ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ
എന്തെങ്കിലും രീതിയിൽ എനർജറ്റിക്കലി നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് ട്രസ്റ്റ് മീ, നിങ്ങളെ ആ ഒരു കാര്യം എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ എടുക്കേണ്ടത്, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, മാനേജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ കർമ്മ, നിങ്ങൾക്ക് എവിടെയൊക്കെ നോക്കിയാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. ആൻഡ് അഗെയിൻ ചില ആളുകൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ചില ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കണം എന്നുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിക്കോസ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എവിടെ, എങ്ങനെ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് എവിടുന്ന് കിട്ടും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരാം. ഒരു സമയത്ത് നിങ്ങൾക്ക് ഓരോ ഐഡിയ തെളിഞ്ഞു കിട്ടും. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലെന്ന് വിചാരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ തുടങ്ങണം, ചില പ്ലാൻസ് ഉണ്ട്, ബട്ട് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല. ബട്ട് ഉള്ളത് വെച്ച് തുടങ്ങാം. ബിക്കോസ് നിങ്ങൾക്ക് കിട്ടുന്ന ചില പ്ലാൻസ്, ചില ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഗൈസ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് മെസ്സേജ്. ഈ സമയം നിങ്ങൾ കൂടുതൽ ഡിസ്കവർ ചെയ്യാണ് എനർജറ്റിക്കലി. നിങ്ങളുടെ ഉള്ളിലെ ടാലൻസ്, നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ കാണാൻ പോവാണ്. ഇതുവരെ നിങ്ങളെ കാണാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോവാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് എ വെരി സ്ട്രോങ് മെസ്സേജ്. ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാണാത്ത സ്ട്രെങ്ത്, കഴിവുകള്, ആ ഒരു ഹിഡൻ ട്രഷർ നിങ്ങൾ കാണാൻ പോവാണ്. ഓക്കെ, സോ അതിന് എന്തൊക്കെ ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമോ, എങ്ങനെയൊക്കെ നിങ്ങളുടെ തോട്ട്സ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുമോ, ട്രെയിൻ ചെയ്യാൻ സാധിക്കുമോ, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരൊറ്റ മെസ്സേജ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ സമയം എന്ത് ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് അവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുക, ബെറ്റർ ആയിട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുക, ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക, അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് എനർജറ്റിക്കലി നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുതരും. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. എത്രമാത്രം നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. Hope you like this video.